പഴയ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് ഇവരുടെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ആൾ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. പുള്ളിക്കാരിക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ ഇത് വീട്ടിൽ പറയാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു പെൺകുട്ടി എന്താണ് സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ഭംഗിയുള്ള ലേഡീസിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കും. ആദ്യം അവർക്ക് നമുക്കൊരു റിക്വസ്റ്റ് അയക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, അവർ നമുക്ക് മെസ്സേജ് അയക്കും, അടുത്തത് വീഡിയോ കോളിൽ വരാൻ പറയും. അങ്ങനെ പെട്ടുപോയ ഒരുപാട് സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പ്, അതെ അതെ. ഫേസ്ബുക്കിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നൊരു പരിപാടിയായിരുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോൾ കുറഞ്ഞ അതിൻ്റെ എണ്ണം. അതായത് ഇപ്പോൾ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ജിഷ്ണു എന്നുള്ള പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിൽ ജിഷ്ണു ആണെന്നുള്ള വ്യാജേനെ മെസ്സേജ് അയക്കുകയാണ്, എനിക്ക് അർജൻറ്റായിട്ട് ഇത്ര പൈസ വേണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നു. ഇങ്ങനെയുള്ള ഇതും ഒരു കൈൻഡ് ഓഫ് സൈബർ ക്രൈം ആണല്ലോ. ഇപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ആക്ച്വലി ഇത് നമുക്കൊരു പരിചയമില്ലാത്ത ആളായിരിക്കും, ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇതിനെ എന്ത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റും? അല്ല, അതിൽ പ്രധാനമായിട്ടും ജിഷ്ണു എന്നുള്ള പേരിൽ നമ്മൾ ഫ്രണ്ട്സാണ്. ജിഷ്ണുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആ ജിഷ്ണുവിന് കാശ് കൊടുക്കുന്ന ഞാനാ നോക്കട്ടെ. അതെ അതെ, ഉറപ്പായിട്ടും അതെ. ജിഷ്ണുവിന് മീൻസ് അവിടെ സംഭവിക്കുന്നത് എനിക്കാണ്, കാരണം കാശ് പോകുന്നത് എനിക്കാണ്. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട ജിഷ്ണുവാണ്. കാരണം എല്ലാവരുടെയും പേരിൽ, ജിഷ്ണുവിൻ്റെ പേരിലാണ് ഈ ത്രെറ്റുകളും ഈ പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കുന്നത്. ഈ എന്താ പറയുക, ക്രൈം സംഭവിക്കുന്നത് ജിഷ്ണു എന്നുള്ള ഐഡന്റിറ്റി അവർ യൂസ് ചെയ്തുകൊണ്ടാണ്. നമ്മളൊരു ഐഡന്റിറ്റി തെഫ്റ്റാണ്. ജിഷ്ണുവിൻ്റെ പ്രൊഫൈൽ പബ്ലിക് ആയിരിക്കും. ആ പബ്ലിക് പ്രൊഫൈലിൽ നിന്ന് ജിഷ്ണുവിൻ്റെ ഫോട്ടോസ് അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ആ പ്രൊഫൈലും ആ പേരും ആ ഡീറ്റെയിൽസും ആ പ്രൊഫൈലിൽ കാണുന്ന പബ്ലിക്കായിട്ട് കാണുന്ന ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ അക്കൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ടും ജിഷ്ണുവിൻ്റെ ആ പേരിൽ എനിക്കൊരു റിക്വസ്റ്റ് വരും. ഫ്രണ്ട് ആയിരിക്കില്ല, പുതിയ അക്കൗണ്ട് ആയിരിക്കുമല്ലോ. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഏത് അക്കൗണ്ടാണെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിലൊരു URL ഉണ്ടാവും. എൻ്റെ അക്കൗണ്ടിൻ്റെ പേര് facebook.com/ഷക്കീൽ അലർ എന്നായിരിക്കും. അത് എൻ്റെ പേരിൽ ഇനി വേറൊരാൾ, ഇപ്പോൾ ജിഷ്ണു നാളെ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷക്കീൽ അലർ എന്നുള്ള പേര് ഒരിക്കലും ഇനി ജിഷ്ണുവിന് കിട്ടില്ല, വരില്ല. പക്ഷെ അത് ഓർത്ത് വെക്കാന്ന് പറയുന്നത് ഭയങ്കര അപ്പോൾ സ്വാഭാവികമായിട്ട് കാശ് കൊടുക്കുന്ന സമയത്ത് ഒതന്റിക് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ഇതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഞാൻ അടുത്ത മെസ്സേജ് വാട്സപ്പിൽ വന്ന് പറയും. സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്കത് ശ്രദ്ധിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ. ഇതേപോലെ അതിനെ കണക്ട് ചെയ്ത് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ ഇപ്പോൾ പിങ്കുരി ശർമ്മ അല്ലെങ്കിൽ കുറേ ലേഡീസിൻ്റെ അക്കൗണ്ട്സ് ഉണ്ടാക്കും, കാണാൻ ഭംഗിയുള്ള ലേഡീസിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കും. ആദ്യം അവർക്ക് നമുക്കൊരു റിക്വസ്റ്റ് അയക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, അവർ നമുക്ക് മെസ്സേജ് അയക്കും, അടുത്തത് വീഡിയോ കോളിൽ വരാൻ പറയും. അങ്ങനെ പെട്ടുപോയ ഒരുപാട് സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാരും ഉണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത്, നമ്മൾ ചിലപ്പം ഷർട്ട് ഇടാതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഒറ്റ വാക്ക് ഹണി ട്രാപ്പ് എന്നുള്ളതാണ്. ഹണി ട്രാപ്പ്, അതെ അതെ ബേസിക്കലി പറയുന്നത്. ഹണി ട്രാപ്പിൽ അകപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒതന്റിക് അല്ലാത്ത ഒരാൾക്ക് നമ്മുടെ ഡാറ്റാസ് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റിയാക്ട് ചെയ്യാനുള്ളത് അവർ ചോദിക്കുന്ന ഫണ്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർ ചിലപ്പോൾ ആദ്യത്തെ ഒരു പടിയിൽ നമ്മൾ കൊടുക്കാതിരിക്കുന്ന സമയത്ത് ആ ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഫോട്ടോസ് എൻ്റെ പേഴ്സണൽ കോൺടാക്ട്സിൽ കുറച്ച് പേർക്ക് പേഴ്സണലി അയച്ചു കൊടുത്തേക്കാം. ചിലപ്പോൾ അവർ പോസ്റ്റ് ഇട്ടാൽ അത്ര വൈഡായിട്ടൊന്നും ആരും കാണാൻ പോകുന്നില്ല, ഫേക്ക് അക്കൗണ്ടാണ്. പേഴ്സണലി അയച്ചു കൊടുക്കുന്നത് മാത്രമേ ആരെങ്കിലും കാണുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കൽ കാശ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് 10,000 ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം 15 ചോദിക്കും, അടുത്ത ദിവസം 25 ചോദിക്കും, 50 ചോദിക്കും. കിട്ടുന്നുണ്ട് കണ്ടാൽ വിൽക്കും. ഒരു പോയിന്റിന് അപ്പുറത്തേക്ക് കാശ് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരിത് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച കുറച്ച് ആളുകളാണ്. മെയിനായിട്ട് ഇത് ചെയ്യുന്നത് ജാർഖണ്ഡിലൊക്കെ ഉള്ള ആളുകളാണ്. ഭയങ്കര വലിയ ഈ ലോക്ക്ഡൌണിന് ശേഷം കുറെ പേർക്ക് തൊഴിൽ നഷ്ടമായി യുവാക്കൾക്കൊക്കെ. അപ്പോൾ അവര് ഒരു കുടിൽ വ്യവസായം പോലെ അവിടെ ഇതിന് പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനുവേണ്ടി ബാങ്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നവര്, സിം എടുത്ത് കൊടുക്കുന്നവര്, ഫോണുകൾ ഇതിനു വേണ്ടി കൊടുക്കുന്നവര്, അങ്ങനെ ഒരു വലിയ ശൃംഖലയുണ്ട് ഇതിൽ. അവരാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അവർ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിച്ച് ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. ഇപ്പോൾ വേറെ തരത്തിലുള്ള സ്കാമുകൾ നടക്കുന്നുണ്ട്. മെസ്സേജ് അയച്ചിട്ട് ഞാനൊരു ക്രിപ്റ്റോ ട്രേഡറാണ്, നിങ്ങൾക്കിതിൽ പങ്കെടുക്കണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് കിട്ടി 50,000 രൂപ ഇതിലൂടെ കിട്ടി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ കാണിക്കും. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇത്ര കിട്ടി, സ്ക്രീൻഷോട്ട് ഒക്കെ കാണുന്നുണ്ടല്ലോ, എന്നാൽ എനിക്കും ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കും. കുറച്ചുകൂടെ ടാക്ടിക്കലാണ്, സിമ്പിൾ ആയിട്ടുള്ള അറ്റാക്കാണ്. അവർ പറയും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്ര ചെയ്താൽ മതി, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ സെറ്റിംഗ്സിൽ പേഴ്സണൽ ഇൻഫർമേഷനിൽ പോയിട്ട് ഞങ്ങളൊരു മെയിൽ ID തരും, ഈ മെയിൽ ID ആക്കി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാന്ന് പറയും. നമ്മുടെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേഴ്സണൽ ഇൻഫർമേഷനിൽ പോയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി മാറ്റി വേറെ മെയിൽ ഐ ഡി ആക്കി എന്ത് സംഭവിക്കും, അക്കൗണ്ട് അവരുടെ കയ്യിലാവും. അപ്പൊ അങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, ഇപ്പം നമ്മൾ വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം സിനിമ ആക്ട്രസ് ആയിട്ടുള്ള മാലാ പാർവതിക്ക് കഴിഞ്ഞ ദിവസം വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഫേസ് ചെയ്യേണ്ടി വന്നു. എന്താണ് ശരിക്കും അത്? ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, അപ്പോൾ അവരൊന്ന് അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. ശരിക്കും പോലീസ് അല്ലെങ്കിൽ അതോറിറ്റീസിന് നമ്മളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഫിസിക്കലി തന്നെ അറസ്റ്റ് ചെയ്യണം. വിർച്വൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഇത് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ നമുക്കൊരു കോൾ വരുന്നു, മുംബൈയിലുള്ള CBI ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വരുന്നു. അവർ പറയുന്നു നമ്മുടെ പേരിൽ, നമ്മുടെ അഡ്രസ്സിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അതിൽ നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MDMA അങ്ങനെ എന്തെങ്കിലും ആണ്, മുംബൈ പോർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങളുടെ അഡ്രസ്സിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾ ഈ കേസിന്റെ ഭാഗമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ നമ്പറിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു. അപ്പോൾ ആ നമ്പർ വാട്സപ്പ് കോളാണ് വരുന്നത്. അതിന്റെ DP നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടൊരു പോലീസ് ഓഫീസറുടെ DP ആണ്, പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാനൊരു ലിങ്ക് ഇപ്പം അയക്കും, സ്കൈപ്പ് വീഡിയോ കോളിന്റെ ലിങ്കാണ്, ഈ വീഡിയോ കോളിൽ കയറി നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവരൊരു പോലീസ് ഇന്ററോഗേഷൻ റൂം പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത്. എന്നിട്ട് വിളിച്ചിട്ട് നമ്മളോട് കുറെ കാര്യങ്ങൾ, പേര്, നമ്മുടെ കുറെ പേഴ്സണൽ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്യുന്നു, പേര്, ജോലി, നിങ്ങളുടെ ഏജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ കളക്ട് ചെയ്ത ശേഷം അവർ പറയുന്നു ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഭാഗമായിരിക്കില്ല, എന്തെങ്കിലും അബദ്ധവശാൽ നിങ്ങളുടെ അഡ്രസ്സ് ഇതിൽ പെട്ടുപോയതായിരിക്കും, നിങ്ങളെ സേഫ് ആക്കി തരാം, ഞാൻ എൻ്റെ ഹയർ ഓഫീസറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അവർ പറയുന്നു സോറി, നിങ്ങൾ ഇതിന്റെ ഭാഗമായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ പേരാണ്, നിങ്ങളുടെ പേരും അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെയാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം, നിങ്ങൾ ഞങ്ങൾക്കൊരു 4 ലക്ഷം രൂപ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്താൽ മതി, രക്ഷപ്പെടുത്തി തരാമെന്ന് പറയും. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് പാനിക്കായിട്ട് അവരോട് പറയും നിങ്ങൾ ഈ റൂമിന് പുറത്തു പോകാൻ പാടില്ല, നിങ്ങളെ ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കൈപ്പ് വഴി വീഡിയോ കോൾ വഴി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ആളുകൾ പെട്ടെന്ന് പാനിക്കായിട്ട് വേറെ ആരോടും ഇത് പറയാൻ പാടില്ല എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് പാനിക്കായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യും. കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരാണ് ഉറപ്പായിട്ടും. അതെ അതെ. ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് റീസെന്റ് ആയിട്ട് ഇതിന് ഈ തട്ടിപ്പിന് ഇരയായിരുന്നു. അദ്ദേഹം ഒരു 15 ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അപ്പൊ നമുക്ക് ഇതിനെതിരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആക്ച്വലി ഇപ്പൊ മാലച്ചേച്ചി കംപ്ലൈന്റ് ചെയ്തു എന്നുള്ളത്, പക്ഷെ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ശരിക്കും ഇവരെ ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? കാരണം നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട്, വീഡിയോ കോൾ വന്ന ഫേക്ക് അക്കൗണ്ട്, ഹണി ട്രാപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്തിട്ട് അത് എവിടെ എത്താത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നമുക്ക്. ഇവരെ ശരിക്കും ഈ വിർച്വൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ആളുകളെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് ഇവരുടെ ഐപ്പിലേക്കാണ് നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, പക്ഷെ അത് അവർ സ്പൂഫ് ചെയ്തിട്ട്, കാരണം ഇതിനിരിക്കുന്ന ആളുകൾ ഇതൊരു റാക്കറ്റായിട്ട് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ, പ്രൊഫഷനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇതിന്റെ എത്തിക്കൽ വശവും അറിയാം, നോൺ എത്തിക്കൽ വശവും അറിയാം, ഇതിനെങ്ങനെ കൂട്ടണം എന്ന് പറയാം, എങ്ങനെ തുറക്കണം എന്ന് പറയാം. ഇതൊരു ഹാക്കിങ്ങിന്റെ ഭാഗം തന്നെയല്ലേ ഇത് ആക്ച്വലി? അപ്പൊ ഈ ഹാക്കേഴ്സ് എത്ര തരമുണ്ട്? അത് അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പ് ഹാക്കേഴ്സ് ആണ് വരുന്നത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആൻഡ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. അവരെ കൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. കമ്പനികളുടെ ഒക്കെ വെബ്സൈറ്റിൽ കയറി അറ്റാക്ക് ചെയ്യുക, നെറ്റ്വർക്കിൽ അറ്റാക്ക് ചെയ്യുക, സെർവറിലുള്ള ഡാറ്റ സ്റ്റീൽ ചെയ്യുക, ടാമ്പർ ചെയ്യുക, അങ്ങനെ ഇല്ലീഗൽ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് എത്തിക്കൽ ഹാക്കേഴ്സ്. എത്തിക്കൽ ഹാക്കേഴ്സിന്റെ ഡ്യൂട്ടിയാണ് കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ വേരിയസ് സൈബർ അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ വേരിയസ് സൈബർ അറ്റാക്കുകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഒരു റിയൽ ഹാക്കർ എങ്ങനെയാണ് ഒരു ഹാക്കിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കേഴ്സ് ഹാക്കിംഗ് ചെയ്ത് നോക്കും. പക്ഷെ കമ്പനിയായിട്ട് ഒരു എഗ്രിമെന്റ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റിന്റെ ബേസിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്, അതിന്റെ ബേസിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിന് നമ്മൾ വൾണറബിലിറ്റി അസസ്മെന്റ് പെനട്രേഷൻ ടെസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അത് ചെയ്തിട്ട് നമ്മൾ ഒരു റിപ്പോർട്ട് കൊടുക്കും, ഇന്ന ബഗ്സ് ഞാൻ കണ്ടുപിടിച്ചു, അതിന്റെ സൊല്യൂഷൻ ഇതാണ്, അപ്പൊ ഇത് വെച്ചിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ ഇമ്പാക്ട് എന്താണെന്ന് കൂടെ നമ്മൾ കാണിക്കും, ഇതിന്റെ ബിസിനസ് ഇമ്പാക്ട് എന്താണ്, ഇതുമൂലം കമ്പനിക്ക് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നതെന്ന് റിപ്പോർട്ടിൽ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഡെവലപ്പിംഗ് ടീം അവരാണ് ഈ ഇഷ്യൂ സോൾവ് ചെയ്യേണ്ടത്. പിന്നെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, രണ്ടും ചേർന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ഹാക്കിംഗ് അറിയാം, ഹാക്കിംഗ് ടൂൾസ് അറിയാം, ഹാക്കിങ്ങിന്റെ കൺസെപ്റ്റ് അറിയാം. അപ്പൊ ഇവർ ഈ സ്കിൽ ഉപയോഗിച്ചിട്ട്
ഇപ്പോൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിൽ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഏതെങ്കിലും കൊമേഴ്സ് വെബ്സൈറ്റ് ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അല്ലെങ്കിൽ പേയ്മെന്റ് പോർട്ടൽസ്, പേടിഎം, അങ്ങനെ ഏതെങ്കിലും ഒക്കെ വെബ്സൈറ്റിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബഗ്സ്, വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ചെയ്യുന്നത്. ആക്ച്വലി കമ്പനി ഇത് ചെയ്യാൻ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല, പക്ഷെ അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ആ സെൻസിൽ ഇത് ബോത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഓക്കെ. ഇപ്പം എത്തിക്കൽ ഹാക്കിംഗ് പഠിച്ച ആളുകളായിരിക്കുമല്ലോ ഇപ്പം മറ്റ് ഹാക്കിങ്ങിലേക്ക് പോകുന്ന, അല്ലേ? അതായത് ബേസിക്കലി അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾക്കെതിരെ ഇത് നിങ്ങൾക്ക് സംഘടനകളോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഹാക്കേഴ്സിന്റെ സംഘടന ഉണ്ടാവില്ലേ? അപ്പൊ ഇപ്പം അങ്ങനെ ഒരു സംഘടനയിൽ നിന്നുള്ള ഒരാൾ പുറത്തു പോയിട്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആവുന്നത്, അല്ലേ? ബ്ലാക്ക് ഹാറ്റ് അങ്ങനെയല്ലേ പറഞ്ഞത്, ഹാക്കർ ആവുന്നത്. അപ്പൊ ഈ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. ചോദ്യത്തില് ഒരു പോലീസുകാരൻ ഒരാളെ കൊല്ലാൻ പോയാൽ എന്തെങ്കിലും പൊതുവെ ഇപ്പൊ നമ്മളൊരു ജനറലി നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത് പിന്നീട്. ഇപ്പോ US കണ്ട ഏറ്റവും വലിയൊരു ഹാക്കറായിരുന്നു കെവിൻ മിക്നിക്ക്. അദ്ദേഹം ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പസഫിക് ബെൽ എന്ന് പറഞ്ഞ ടെലിഫോൺ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തു. എന്നിട്ട് ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ, അതിന് നമ്മൾ വയർ ടാപ്പിംഗ് എന്നാണ് പറയുന്നത്, ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന്, സീക്രട്ട് ഇൻഫർമേഷൻ ഒക്കെ അതിൽ നിന്ന് ഗ്യാദർ ചെയ്തെടുക്കുന്ന നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ചില രാജ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശേഷം ഒരു 12 മാസക്കാലം ജയിലിൽ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം റിയലൈസ് ചെയ്യാണ്, എനിക്ക് ഇത്രമാത്രം സ്കില്ലുണ്ട്, അപ്പൊ ഈ സ്കിൽ എനിക്ക് സൊസൈറ്റിയുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ, സൈബർ അറ്റാക്കുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചുകൂടെ എന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം ലോകം കണ്ട ഏറ്റവും മികച്ച ഒരു സെക്യൂരിറ്റി കൺസൾട്ടന്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു, ഹാക്കിംഗ് വിദഗ്ധനായിരുന്നു. അപ്പൊ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിൽ നിന്ന് അദ്ദേഹം ഒരു എത്തിക്കൽ ഹാക്കറായിട്ട് മാറുകയാണ് ചെയ്തത്. നേരെ തിരിച്ചുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ജൊനാഥൻ ജെയിംസ് എന്ന് പറയുന്ന ഒരു ഹാക്കർ ഉണ്ടായിരുന്നു. തന്റെ 16-ാം വയസ്സിൽ അദ്ദേഹം നാസയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവരുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ എടുത്തിട്ട് സെല്ല് ചെയ്തു. വൻ തുകയ്ക്ക് അത് സെല്ല് ചെയ്തു. അതുപോലെ പെന്റഗൺ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്തു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഹാക്ക് ചെയ്തു. ഇദ്ദേഹം ശരിക്കും US ഭരണകൂടത്തിന് ഒരു തലവേദനയായിട്ട് മാറി. അങ്ങനെ ഇദ്ദേഹം പ്രായം കണക്കിലെടുത്തിട്ട് ഇദ്ദേഹത്തെ ഒരു 8 മാസം വീട്ടുതടങ്കലിൽ വെക്കുകയാണ്. വീട്ടുതടങ്കലിൽ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഒന്നും വീട്ടുകാർ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റാതിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വീണ്ടും ഒരു 4 മാസം കൂടി ശിക്ഷ കാലാവധി നീട്ടുകയാണ്. അവസാനം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന സമയത്ത് അദ്ദേഹം ഹാക്കിംഗ് ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അമേരിക്കയിൽ വലിയൊരു ഹാക്കിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. അത് ഒരു 4 മെമ്പേഴ്സ് ചേർന്ന ഒരു ടീമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കോഡ് നെയിമായിട്ട് അവർ ഉപയോഗിക്കുന്നത് JJ എന്നുള്ള ഒരു വാക്കാണ്. അപ്പൊ ഇത് ജൊനാഥൻ ജെയിംസ് ആണെന്ന് കരുതി FBI-യും പോലീസും ഒക്കെ ഇദ്ദേഹത്തിന്റെ വീട്ടിലും റിലേറ്റീവ്സിന്റെ വീട്ടിലും ഗേൾഫ്രണ്ടിന്റെ വീട്ടിലും ഒക്കെ റെയ്ഡ് നടത്തുകയാണ്. അപ്പൊ അവർക്ക് ആകെപ്പാടെ ഒരു തോക്ക് മാത്രമാണ്, ലൈസൻസ് ഉള്ള ഒരു തോക്ക് മാത്രമാണ് കിട്ടുന്നത്. പക്ഷെ ഇതില് ഇദ്ദേഹത്തിന് ഒരുപാട് മാനസിക വിഷമം ഉണ്ടായി. എന്റെ ഈ ഒരു തെറ്റായ പ്രവണത മൂലമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ട് അദ്ദേഹം അവസാനം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊതുവെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എത്തിക്കൽ ഹാക്കേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എത്തിക്കൽ ഹാക്കിംഗ് തെറ്റായ രീതിയിലേക്ക് പോകുന്ന ആൾക്കാർ വളരെ റെയറാണ്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറച്ച് ആളുകൾക്ക് നമ്മുടെ പേജിൽ ഇട്ടപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ 1-2 എണ്ണം ചോദിക്കാം. അതായത് ഒരു പെൺകുട്ടി ചോദിച്ചാണ്, ഇപ്പോൾ പുള്ളിക്കാരിൻ്റെ പഴയ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് ഇവരുടെ പേഴ്സണൽ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ആൾ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. ബ്ലാക്ക് മെയിൽ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഇതിൻ്റെ ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ ഇത് വീട്ടിൽ പറയാനും പറ്റില്ല. അങ്ങനെയുള്ളൊരു പെൺകുട്ടി എന്താണ് സാഹചര്യത്തിൽ ചെയ്യേണ്ടത്? ബേസിക്കലി എൻ്റെ ഒരു ഫോട്ടോ തൻ്റെ കയ്യിൽ വരിക എന്ന് പറയുന്നതിനർത്ഥം അത് തൻ്റെ കയ്യിലെത്തി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ശ്രമിച്ചാൽ തന്നെ ഫോണിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ മെൻ്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. നമ്മൾ വീട്ടുകാരോട് പറയാൻ പറ്റില്ല, ഒഫൻസീവ് ആവും, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന കാലത്തോളം നമ്മൾ ആ ബ്ലാക്ക് മെയിലിന് അടിമയാണ്. നമ്മുടെ ആ ഇൻസെക്യൂരിറ്റിയാണ് അവിടുത്തെ വീക്ക്നെസ്. ആ ഇൻസെക്യൂരിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് എടുക്കുക, നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്യുക, അതിനെ പ്രോപ്പർ ചാനലിലൂടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ആൾക്കെതിരെ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഇതിൽ വേറെ ആൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ ആളൊറ്റയ്ക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ ടെക്സ്റ്റായിട്ട് ചോദ്യം അയച്ചത്. ഒരു ഹെൽപ്പ് ചോദിക്കാതെ ഒറ്റയ്ക്ക് ഇത് സോൾവ് ചെയ്യണം എന്നാണ് പുള്ളിക്കാരി ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് പോസിബിൾ ആണോ എന്നുള്ളതാണ്. അല്ല, ബേസിക്കലി ഒറ്റയ്ക്ക് ഇപ്പോൾ നമ്മളൊരാളെ, എനിക്കിപ്പോൾ തന്നോടൊരു റിവെഞ്ച്, താൻ എന്നോട് എന്തെങ്കിലും ചെയ്തു, അതെനിക്ക് ഒറ്റയ്ക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ പല വഴികളുണ്ട്. പക്ഷെ ലീഗലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ നിയമ നടപടികൾ കറക്റ്റായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. സൈബർ സെല്ലിലോ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. ഏത് പരാതികളും നമുക്ക് സൈബർ സെല്ല് അറിയില്ല എന്നുള്ള ആളുകൾ
സൈബർ സെൽ എവിടെയാണ്, എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിന് ആളുകളുണ്ടാവും. ഇല്ലെങ്കിൽ അതുപോലെ മുമ്പ് ഒരു പോർട്ടൽ പറഞ്ഞല്ലോ, നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. അതിലിപ്പോ വുമണിനൊക്കെ കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സീക്രട്ട് ആൻഡ് അനോണിമസ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാവും. അതെ അതെ അതെ. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്. അവിടുന്ന് ഒരു വനിതാ SI അല്ലെങ്കിൽ ഒരു വനിതാ പോലീസ് ആയിരിക്കും നമ്മളെ വിളിച്ച് നമ്മുടെ വിവരങ്ങളെല്ലാം ചോദിക്കുന്നത്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ അവരത് കൈകാര്യം ചെയ്യും. അപ്പോൾ അതുപോലെ വേറെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോകരുത്, കൊണ്ടുപോകണം എന്നുള്ള ഡിബേറ്റുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ വേർഷൻ എന്താണെന്ന്? അതിൻ്റെ മാനസികാരോഗ്യ ഭാഗവും നമ്മുടെ ആരോഗ്യത്തിന് ഭാഗമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇതിലുള്ള ഒരു ഡേഞ്ചർ, ടെക്നിക്കൽ സൈഡിലുള്ള ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പൈവെയർ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. മൊബൈൽ സ്പൈവെയർ അല്ലെങ്കിൽ റാറ്റ് എന്നൊക്കെ പറയും നമ്മൾ ടെക്നിക്കലി. ഇപ്പോൾ ജസ്റ്റ് ഫോൺ പറ്റും ഇതിൻ്റെ ഈ ഫോണ് ട്രൗസർ ഓക്കെ പറയും. ജിഷ്ണുവിന് എന്നെ എന്തോരം പരിചയം. ഇവിടെ വന്ന ഒരു ഹാഫ് ആൻ അവർ എന്ത് തരത്തിലെ ഫോൺ എൻ്റെ ഇതാണ്. ഇത്ര സമയം മതി. ഞാൻ ആ ഫോണിൽ ഇപ്പോൾ എന്താ ചെയ്തെന്നുള്ളത് ജിഷ്ണു കണ്ടിട്ടില്ല, സൈഡിലെ ക്യാമറയിൽ നിന്ന് കാണില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ സമയം കൊണ്ട് എനിക്ക് അതിലൊരു സ്പൈവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയം ഇപ്പം ഞാനത് എടുത്തോളൂ. ഈ ഒരൊറ്റ സ്പൈവറിൻ്റെ പുറത്ത് ജനറലി ജിഷ്ണുവിനെ ആരോട് സംസാരിക്കുന്നു, ഫോണ്, കോൾ റെക്കോർഡ്, മെസ്സേജ്, വാട്സപ്പ് എനിക്ക് വേറെ ഹാക്ക് ചെയ്യേണ്ട, ഫേസ്ബുക്ക് എനിക്ക് വേറെ ഹാക്ക് ചെയ്യേണ്ട, ഇൻസ്റ്റാഗ്രാം എനിക്ക് ഹാക്ക് ചെയ്യേണ്ട, ഒന്നും അതിന്റെ കംപ്ലീറ്റ് ഡാറ്റാസ് എനിക്ക് കിട്ടും കംപ്ലീറ്റ്ലി. ഇത് വിഷ്ണു സെറ്റിംഗ്സ് പോയിട്ടും കാര്യമില്ല, എങ്ങനെ തപ്പിയിട്ടും കാര്യമില്ല, ഫോണിൽ അങ്ങനെ സ്പൈവറിൽ ജിഷ്ണുവിന് മനസ്സിലാവുക പോലുമില്ല ജനറൽ കേസിൽ. മോർ ഇമ്പോർട്ടൻ്റ്ലി ജിഷ്ണുവിന്റെ കോൾ റെക്കോർഡിങ്ങിന് പുറമെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പഹയൻ എനിക്ക് പണിയെന്നല്ലോ ജിഷ്ണു അവിടെ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഒരു 1 hand ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതുവരെ എനിക്ക് കേൾക്കാം. ജിഷ്ണു രാത്രി ഇരുന്നിട്ട് സിനിമ കണ്ടാൽ എനിക്കും കൂടെ സിനിമ കാണാൻ പറ്റും. ജിഷ്ണു ആർക്കെങ്കിലും വീഡിയോ കോൾ ചെയ്താൽ അത് ഞാൻ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ജിഷ്ണു അറിയാതെ തന്നെ ജിഷ്ണുവിന്റെ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ വിത്തൗട്ട് ഫ്ലാഷ് എനിക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയും പണിയെടുക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടി എത്ര സമയം മതി അല്ലേ? ഇത് ആക്ച്വലി നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ ഇതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതായത് ആക്ച്വലി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ശരിക്കും പേരന്റൽ മോണിറ്ററിംഗ് എന്നുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് പൊതുവെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. പേരന്റൽ മോണിറ്ററിംഗിന് വേണ്ടി അമേരിക്കയിലുള്ള കൊച്ചു കുട്ടികളൊക്കെ ലാപ്ടോപ്പ്, ടാബ്, സ്മാർട്ട് ഫോൺ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പേരന്റ്സിന് അവരെ നോക്കണം, അവരെ ഏതൊക്കെ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നു, ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു. ജസ്റ്റ് ഒരു മോണിറ്ററിംഗിന് വേണ്ടിയിട്ടുള്ള പല ആപ്ലിക്കേഷൻസും മിസ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ള ആളുകൾ ഇതൊക്കെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരിത് സ്പൈവെയർ ആയിട്ടുള്ള ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിൽ ചില ഫീച്ചേഴ്സ് ഒക്കെ പ്രീമിയം ആണ്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ, അങ്ങനെ ലിമിറ്റ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളെ ടാർഗറ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ പേയ്മെന്റ് കൊടുത്ത് ഇതിന്റെ പ്രീമിയം വാങ്ങി ചെയ്യാം. ഓക്കെ. ഇപ്പം നിങ്ങളുടെ അടുത്തേ ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, ഇപ്പോൾ ചിലപ്പോൾ അയാളുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന്, അതായത് ഇപ്പം എൻ്റെ കാമുകി അല്ലെങ്കിൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് അയാളെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ട്സ് എനിക്ക് മാനേജ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും? റെഗുലറായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതെ. പക്ഷെ ഒരു കാരണവശാലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പേരിന്റെ മുന്നിൽ ഹാക്കറിന് മുമ്പ് വേറൊരു വാക്കുകൂടി ഉണ്ട്, എത്തിക്കലാണ്. അത് അവർ എന്ത് പർപ്പസിനകത്ത് യൂസ് ചെയ്തോട്ടെ, നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. അതെ. ഓക്കെ. ഈ എത്തിക്കൽ ഹാക്കേഴ്സിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ സൈബർ സെല്ലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, പോലീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായിട്ടുള്ള പോലീസോ സൈബർ സെല്ലോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ബേസിക്കലി നേരത്തെ ധനു പറഞ്ഞ പോലെ തന്നെ അസസ്മെന്റ് ആണ് നമ്മൾ പൊതുവെ ചെയ്യാറ്. നമ്മൾ അസസ്മെന്റിന് ഒന്നുകൂടി ലഘൂകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിലേക്ക് ജിഷ്ണു എത്ര എൻട്രൻസ് കാണുന്നുണ്ട്? ഒറ്റ എൻട്രൻസേ കാണുന്നുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂം സെക്യൂർ ആണ്. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ വെബ്സൈറ്റോ അല്ലെങ്കിൽ ഓരോ സംഗതികൾ ഉണ്ടാക്കുക. പക്ഷെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ ജനലിന്റെ കോർണറിൽ ചെറുപ്പൊരു പോർട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാണണം, അല്ലെങ്കിൽ ലൈറ്റിന്റെ ട്യൂബോ പൈപ്പ് ഇറങ്ങുന്നോ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഓരോ പോയിന്റുകളും അറ്റാക്ക് ചെയ്തു വരാൻ സാധ്യതയുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്ങിനെ വലുതാക്കലാണ്. കാരണം ആ പോർഷനിലേക്ക് റൂമിലേക്കുള്ള എൻട്രി എടുക്കുന്ന പോലെയാണ് ആ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിലുള്ള ഡാറ്റയിലേക്ക്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റെക്കോർഡ്
അതിഭീകരമായ റെക്കോർഡാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പേരുടെ ഹെൽത്തിന്റെ ഡാറ്റ എന്നൊക്കെ പറയുന്നത് റീസെന്റ് ആയിട്ട് നടന്നല്ലോ സ്റ്റാർ ഹെൽത്തിന്റെ ഒക്കെ ഡാറ്റ ചോർന്നു പറയുന്നത്. അപ്പോൾ അതിന്റെ എവിടെയാണ് ആ ലൂപ്പ് ഹോൾ എന്നുണ്ടെങ്കിൽ ആ ലൂപ്പ് ഹോളിലൂടെ കയറിയിട്ടാണ് ഇവർ ഡാറ്റ എടുക്കുക. അപ്പോൾ ഈ ഇവർ ഈ ലൂപ്പ് ഹോൾ തിരയുന്നത് പോലെ തന്നെയാണ് എത്തിക്കൽ ഹാക്കേഴ്സും ലൂപ്പ് ഹോൾ തിരയുക. പക്ഷേ എത്തിക്കൽ ഹാക്കേഴ്സ് തിരയുന്നത് ഡാറ്റ എടുക്കാനല്ല, അത് ആ ഡെവലപ്പർ ആരാണ് അവർക്ക് കാണിച്ചിട്ട് ഇവിടെ ഹോളുണ്ട് അത് അടയ്ക്കണം എന്ന് പറയുന്നത്. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുക, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇതാണ്, ഇപ്പോൾ പോലീസിനെയോ അല്ലെങ്കിൽ സൈബർ സെല്ലിനൊക്കെ ഹെൽപ്പ് ചെയ്ത എന്തെങ്കിലും കേസുകളോ അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ബേസിക്കലി നമുക്ക് വരുന്ന ഇഷ്യൂസും കേസുകളും നമ്മൾ അവരുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഇവന്റ്സിന് വളണ്ടിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ മേജർ ആക്ടിവിറ്റീസ് അങ്ങനെയാണ്. പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജനമൈത്രി പോലീസായിട്ട് ചേർന്നിട്ട് സൈബർ സുരക്ഷാ ബോധവൽക്കരണ സെമിനാറുകൾ സ്കൂളുകളിൽ സൗജന്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കോളേജുകളിൽ പോയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റായിട്ട് ചേർന്നിട്ട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈബർ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക ഈ സ്റ്റേറ്റുകളിലുള്ള സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിനായിട്ട് സൈബർ സുരക്ഷാ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല അറ്റാക്കുകളും നമ്മൾ റിയൽ ടൈമിൽ ചെയ്ത് കാണിക്കും. ഇങ്ങനെയാണ് ഈ അറ്റാക്ക് നടക്കുന്നത്, ഇത് നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാണിക്കും, ഇതെങ്ങനെ തടയാം, ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറൻസിക് ടൂൾസിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില കേസുകളിലൊക്കെ അവർക്ക് പലപ്പോഴും അന്വേഷിച്ച് വരുമ്പോൾ ഒരു ഡെഡ് എൻഡിൽ എത്തി നിൽക്കും. കുറച്ചുകൂടെ ഒരു ടെക്നിക്കൽ ഹെൽപ്പ് അവർക്ക് വേണ്ടി വരും. അപ്പോൾ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റില്ല. അതാ ഞാൻ ചോദിച്ചത്, സിനിമകളിലൊക്കെ ഇപ്പോൾ കാണുന്നതാണല്ലോ അങ്ങനത്തെ അഞ്ചാം പതിരില് ഭാഷ വരുന്ന പോലെ അങ്ങനെ അതിനവർക്ക് ഇൻഹൗസ് ടീം, കേരള പോലീസിന്റെ ഡെഡിക്കേറ്റഡ് ടീം ഭയങ്കര സ്ട്രോങ് ആണല്ലേ. ഓക്കെ. അങ്ങനെ പുറത്തൊരു ഏജൻസിനെ ഹയർ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനൊരു സിസ്റ്റം പൊതുവെ വരാറില്ല. കാരണം ഞാനത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീട്ടിലൊരു റെയ്ഡ് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം പേര് പറയുന്നത് അറിയില്ല, എനിക്ക് പേര് പറയുന്നില്ല ഞാൻ. നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പുറത്തുനിന്നൊരു ഏജൻസിനെ ഹയർ ചെയ്ത് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് ഇൻഹൗസ് ആയിട്ടാണ് അവർ ആക്ടിവിറ്റീസ് മൊത്തം ചെയ്യുക. ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് റെയ്ഡിന്റെ ഏജൻസി ഏതാണ്, ഇപ്പോൾ GST ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഇനി പോലീസ് തന്നെ ആയിക്കോട്ടെ, അവരുടെ ഇൻഹൗസ് ടീം അതിലേക്കുള്ള ടെക്നിക്കൽ വളണ്ടിയേഴ്സ് അസിസ്റ്റ് ചെയ്യാൻ വന്നാലേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും അവർക്കത് ചെയ്യാൻ പറ്റില്ല. അതായത് അവരുടെ നിർദ്ദേശം അനുസരിച്ച് അസിസ്റ്റൻസ് മാത്രം. റെയ്ഡ് ചെയ്യാൻ എവിടാ പോകുന്നതെന്ന് അവർ പുറത്തു വിടാറില്ല. അത് പുറത്തു പോയി കഴിഞ്ഞാൽ തന്നെ അൺഓതറൈസ്ഡ് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഇപ്പോൾ ഒരു ജ്വല്ലറി അല്ലെങ്കിൽ ഒരു ബാങ്ക് ആണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും, നാളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ റെയ്ഡിന് വരാൻ സാധ്യതയുണ്ട്, നിങ്ങളെല്ലാം വിവരങ്ങളെല്ലാം ഒളിപ്പിച്ചോളൂ എന്ന് പറയും. വിവരം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരത് ഒരിക്കലും പുറത്ത് പറയാറില്ല.